நேற்று முன்னிரவில் உன்னை திரவு மடியில் காற்று நுழைவதனோ உயிர் கலந்து களித்திருந்தே இன்று வெண்ணிலவில் அந்த ஈரம் நினைவில் கன்று தவிப்பதனோ மனம் கலங்கி புலம்புகிறேன் கூந்தல் நெளிவில் எழில் கோலச்சரிவில் கூந்தல் நெளிவில் எழில் கோலச்சரிவில் கர்வமடைந்ததடி என் கர்வமடைந்ததடி സ്നേഹിതനേ സ്നേഹിതനേ രഹസ്യ സ്നേഹിതനേ ചിന്ന ചിന്നതായി കോരിക്കകൾ സെവി കൊട് സ്നേഹിതനേ ഇതേ അഴുത്തം അഴുത്തം ഇതേ അണൈപ്പ് അണൈപ്പ് வாழ்வினெல்லை வரை வேண்டும் வேண்டும் வாழ்வினெல்லை வரை வேண்டும் வேண்டுமே ஸ்நேகிதனே ஸ்நேகிதனே ரகசிய ஸ்நேகிதனே சின்ன சின்ன அத்துமீறல் புரிவாய் என் செல் எல்லாம் பூக்கள் பூக்க செய்வாய் மலர்களில் மலர்வாய் பூ பறிக்கும் பக்தன் போல மெதுவாய் நான் தூங்கும் போது விரல் நகம் கலைவாய் சத்தமின்றி துயில்வாய் விரலிடுக்கில் ஒலிவெண்ணை பூசி சேவைகள் செய்ய வேண்டும் நீ அழும்போது நான் அழ நேர்ந்தால் துடைக்கின்ற விரல் வேண்டும் ஸ்நேகிதனே ஸ்நேகிதனே ரகசிய ஸ்நேகிதனே சின்ன சின்னதா கோரிக்கைகள் செவி கொடு ஸ்நேகிதனே நேற்று முன்னிரவில் உன்னை திரவு மடியில் காற்று நுழைவதனோ உயிர் கலந்து களித்திருந்தே இன்று வெண்ணிலவில் அந்த ஈரம் நினைவில் கன்று தவிப்பதனோ மனம் கலங்கி புலம்புகிறேன் கூந்தல் நெளிவில் எழில் கோலச்சரிவில் கூந்தல் நெளிவில் எழில் கோலச்சரிவில் கர்வமடைந்ததடி என் கர்வமடைந்ததடி சொன்னதெல்லாம் பகலிலே புரிவேன் சொன்னதெல்லாம் பகலிலே புரிவேன் நீ சொல்லாததும் இரவிலே புரிவேன் காதில் கூந்தல் நுழைப்பேன் குந்தன் சட்டை நானும் போட்டு அலைவேன் நீ குளிக்க
ചിന്നതായി കോരിക്കൈകൾ സെവി കൊട് സ്നേഹിതനേ. ബ്യൂട്ടിഫുൾ, നൈസ് മോളെ. സൂപ്പർ സൂപ്പർ. സൂപ്പർ സൂപ്പർ. സ്നേഹ സൂപ്പർ ആയിരുന്നു. നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ട്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ പാടിയിട്ടാ. എനിക്ക് ഇഷ്ടപ്പെട്ടു. നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം. ആൻഡ് കോറസ് സൂപ്പർ. ചേച്ചി ഞാനാണോ? ആ സ്നേഹ എന്റെ സ്നേഹ കൂടവേ അസലായി പാടി. സ്നേഹയുടെ വോയിസിൽ അല്ലെങ്കിൽ ഇൻബിൽറ്റ് ഒരു അങ്ങനത്തെ ഒരു ടെക്സ്ചർ ഉണ്ട്, ഡിഫറെൻറ്റ് വോയിസ് ആണ്. അത് നമ്മളെപ്പോഴും പറയുന്നതാണ്. അപ്പം ഇതിപ്പം സാധന ജി പാടിയ പാട്ടാണ്. അപ്പം ആ വോയിസിനോട് കൂടി നല്ലോണം ചേരുന്നുണ്ടായിരുന്നു. ഞാൻ എൻജോയ് ചെയ്തു മോളെ. പിന്നെ ഈ ചില സ്ഥലത്ത് മാത്രം 1-2 ചെളുക്കങ്ങൾ വന്നു. ബട്ട് ഒരു പെർഫോമൻസ് ആയിട്ട് നോക്കുമ്പം നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു മോള് പാടിയത്. ഗോഡ് ബ്ലെസ് യു ഡാ. താങ്ക് യു ചേച്ചി. ശരത് സർ. സ്നേഹ സർ ഉഗ്രം പാട്ട് സെലക്ഷൻ. അത് സ്നേഹയ്ക്ക് ഒന്ന് സ്നേഹയ്ക്ക് വളരെ ചേരുന്ന ഒരു പാട്ടുമാണ്. എനിക്ക് ഒന്ന് റഹ്മാൻ കമ്പോസ് ചെയ്ത് സ്നേഹയ്ക്ക് വേണ്ടി ആയിരിക്കണം. എനിക്ക് ആകെ ഉള്ള ഒരു സംശയം, ഈ സ്നേഹിതനെ രണ്ടാമത്തെ സ്നേഹിതൻ അതൊരു കുറച്ചും കൂടെ ക്ലാരിറ്റി വേണ്ടേ? സ്നേഹിതനേ സ്നേഹിതനേ. അതിന് തന്നെ അതിനൊരു കുറച്ചും കൂടെ ഈ ഹാർമോണിയം പ്ലേ ചെയ്യുന്നോണം, അല്ലാതെ കട്ടല്ലാതെ ഒന്ന് കണക്ട് ചെയ്ത് പാടാവോ? സ്മൂത്തൻ ചെയ്യാൻ അത് കുറച്ചും കൂടെ ഒഴുക്കുണ്ട്, അതിനൊരു സുഖം കിട്ടും. കുറച്ചും ലൈഫാവാം. എന്ത് പാടുമ്പോഴും എന്ത് പറയുന്ന ലെവലിലേക്ക് എത്തിക്കുക. വേറെ അല്ലെങ്കിൽ ടെക്നിക്കലായി പോകും. അത് പോരാ, അവിടെ കുറച്ച് ഹൃദയവും കൂടെ വേണം അതിന്. നീ സൊല്ലാതതും ഇരവിലെ പുരിയും. അത് കഴിഞ്ഞിട്ട് നീ സൊല്ലാതതും ഇരവിലെ പുരിവേ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പറഞ്ഞില്ലെങ്കിലും അല്ല, നീ പറയാത്തതും ഞാൻ ഇരവിലെ പുരി അറിയാം. അത്രേ ഉള്ളൂ. ബാക്കിയൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു കേൾക്കാൻ. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ കോറസ് മനോഹരമായിരുന്നു. വെരി ഗുഡ്. നിങ്ങൾക്ക് സ്നേഹ സർ കാലയ്ക്ക്. താങ്ക് യു സർ. ഞാൻ ഈ പാട്ടും അവിടെ സ്നേഹയും നിൽക്കുന്നത് കണ്ടപ്പോൾ തന്നെ ഞാൻ ശരത്തേട്ടന് പറഞ്ഞു ഇത് അവളുടെ പെർഫെക്റ്റ് സെലക്ഷൻ ആണെന്ന് ഞാൻ പറഞ്ഞു. എന്നെ സംബന്ധിച്ചിടത്തോളം വൺ ഓഫ് യുവർ ബെസ്റ്റ് പെർഫോമൻസസ് ആയിരുന്നു. 100%. കാരണം ഓൾമോസ്റ്റ് ആ മോഡുലേഷൻസും കാര്യങ്ങളൊക്കെ മാച്ച് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് സ്നേഹ എന്തായാലും. പിന്നെ നമ്മളെപ്പോഴും പറയുന്ന ആ ഒരു ഫ്രീക്വൻസിയുടെ കാര്യമുണ്ടല്ലോ, അത് ഇതിൽ കറക്റ്റായിട്ട് വീണിട്ടുമുണ്ട്. കാരണം ബ്യൂട്ടിഫുള്ളി സോങ് കേട്ടോ. ഇത് എളുപ്പമല്ല. ഇത് നമ്മളിങ്ങനെ നോക്കുമ്പോൾ ചിലപ്പോൾ ഒരു ഈസി സോങ് ആയിട്ട് തോന്നുമെങ്കിൽ ഇത് ബുദ്ധിമുട്ടാണ് ആക്ച്വലി ഇത് പാടി ഫലിപ്പിക്കുക എന്ന് പറയുന്നത്. എല്ലാം കൊണ്ടും അടിപൊളിയായിരുന്നു. കോറസും നിങ്ങൾ ഹാൻഡ് ഇൻ ഹാൻഡ് ആയിരുന്നു, ലീഡും കോറസും കൂടെ ഒരുമിച്ച് കലക്കിയിട്ടാണ് പോയത്. പിന്നെ ഓർക്കസ്ട്ര ഒരു രക്ഷയില്ലായിരുന്നു, എല്ലാം അടിപൊളിയായിരുന്നു. മൊത്തത്തിൽ ഈ ഒരു പെർഫോമൻസ് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. സ്നേഹ അഗൈൻ വൺ ഓഫ് യുവർ ബെസ്റ്റ് പെർഫോമൻസസ്. താങ്ക് യു ഷാനിക്ക. എം ജി സർ. സ്നേഹത്തോടു കൂടി പറയാണ്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു സ്നേഹയും സ്നേഹയുടെ പാട്ടിനെയും വല്ലാണ്ടങ്ങ് ഇഷ്ടപ്പെട്ടു. അങ്ങനെ പറയരുത്, എനിക്ക് ദേഷ്യം വരും. ഇടയ്ക്ക് ശകലം ശ്രുതി പല്ലവിയിൽ എവിടേക്കോ പോയോ എന്നൊരു സംശയം. പക്ഷെ സ്നേഹം കൊണ്ട് ഞാനത് മറക്കും. പക്ഷെ 1-ാം സ്ഥാനം സ്നേഹം കൊണ്ട് പറയുക ഓർക്കസ്ട്ര. 2-ാം സ്ഥാനം നമ്മുടെ കോറസ്. പക്ഷെ അതൊക്കെ മേലെ ഒരു സ്ഥാനം ഉണ്ടെങ്കിൽ എന്റെ സ്നേഹം മാത്രം. മോളെ നന്നായിട്ട് പാടി. ഈ പറഞ്ഞ പോലെ നല്ല ടെക്സ്ചറായിരുന്നു. ഈ പാട്ടിന് പറ്റിയ വോയിസ് ടെക്സ്ചർ. പിന്നെ അണ്ണാച്ചി പറഞ്ഞ കറക്ഷൻസ് ഇത്രയൊക്കെ ഉള്ളൂ, അല്ലാതെ വേറൊന്നുമില്ല. നന്നായിരുന്നു, നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു. റെൻഡിഷനും ഓർക്കസ്ട്രയും കോറസും എല്ലാം. പക്ഷെ ഓരോ സ്ഥാനങ്ങൾ ഞാൻ കൊടുത്തു എന്ന് മാത്രം. ഗുഡ് ലക്ക്. താങ്ക് യു സർ. ഓക്കെ, മാർക്സ് ചോദിക്കാം. ചേച്ചി. സ്നേഹമുള്ള 9.2. താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. ഷാനിക്ക. I'm giving you 9.3. താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക. എം ജി സർ. എനിക്ക് സ്നേഹത്തോടു കൂടി 11 മാർക്ക് തരണമെന്ന് ആഗ്രഹമുണ്ട്. അത് പള്ളി പോയി പറഞ്ഞാൽ ഐ എം ഗിവിംഗ് യു 9.3. താങ്ക് യു സർ.
താങ്ക് യു സർ. ശരത് സർ. ഓക്കെ, താങ്ക് യു സർ. സോ ടോട്ടൽ 27.8. ഓ ആ സൂപ്പർ. ഗുഡ് ഗുഡ് Good. ഗുഡ് 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 ഓക്കേടാ. സൂപ്പർ സ്റ്റാർ.